എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം കുക്കുംബർ, കക്കിരിക്ക എന്നൊക്കെ അറിയപ്പെടുന്ന പിഞ്ചുവെള്ളരിയെ സംബന്ധിച്ചാണ്. പിഞ്ചുവെള്ളരി ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ എല്ലാറ്റിനും ഒരു പോസിറ്റീവ് വശവും ഒരു നെഗറ്റീവ് വശവുമുണ്ട്. ആളുകൾ സംസാരിക്കുമ്പോൾ എപ്പോഴും പോസിറ്റീവ് വശങ്ങളെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കാറ്. കക്കരിക്കയിൽ എന്തെങ്കിലും പോരായ്മയുള്ളതായിട്ട് ആളുകൾ പറയാറില്ല. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക. എന്താണ് കക്കരിക്കയിലുള്ള പോരായ്മ, അതിൻ്റെ ഗുണങ്ങൾ, ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. വീഡിയോ അവസാനിക്കുന്നതുവരെ എല്ലാവരും കാണുക. കുക്കുംബർ കഴിക്കുന്നതിന് ഏറ്റവും യോജിച്ച സമയം രാവിലെയാണ്. നിങ്ങളുടെ പ്രഭാത ഭക്ഷണത്തിന് അരമണിക്കൂർ മുൻപ് കഴിക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ശരിയായ ദഹനത്തെ സഹായിക്കുകയും ഉയർന്ന അളവിൽ നാരുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ കുടലിൻ്റെ സ്ഥിരത മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. കുക്കുംബർ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള ഒരു പച്ചക്കറിയാണ്. അതിനാൽ ഇത് അമിതമായി കഴിക്കാൻ പാടില്ല. കുറഞ്ഞ അളവിൽ മാത്രം കഴിക്കുക. അമിതമായാൽ വയറുവേദനയ്ക്ക് കാരണമാവുകയും ചില സന്ദർഭങ്ങളിൽ വൃക്കകളുടെ പ്രവർത്തന വ്യവസ്ഥയെയും ബാധിച്ചേക്കാം. മിക്ക ആളുകളും കുക്കുംബറിൻ്റെ തൊലി ഒഴിവാക്കിയ ശേഷമാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ കുക്കുംബറിലെ പോഷകങ്ങളും ആരോഗ്യ ഗുണങ്ങളും തൊലിയിലാണ് അടങ്ങിയിട്ടുള്ളത്. നിങ്ങൾ കഴിക്കുന്നതിന് 10 മിനിറ്റ് മുൻപ് ഉപ്പുവെള്ളത്തിലോ വിനാഗിരിയിലോ ഇട്ടുവച്ചാൽ അത് ശുദ്ധിയായി കിട്ടുന്നതാണ്. കുക്കുംബറിന് നിങ്ങളുടെ രക്തത്തിലെ അസിഡിറ്റി മാറ്റി ആൽക്കലൈനാക്കാനുള്ള കഴിവുണ്ട്. നിങ്ങൾ ഉപയോഗിക്കുന്ന തക്കാളി പോലുള്ള പുളിയുള്ള പച്ചക്കറികൾ അസിഡിറ്റി ഉള്ളതാണ്. അസിഡിറ്റി ഒഴിവാക്കി ആൽക്കലൈനാക്കുന്നതിന് കുക്കുംബർ പോലെ തന്നെ മുള്ളങ്കി, വഴുതന തുടങ്ങിയവയ്ക്കും അതിന് കഴിവുണ്ട്. എന്നാൽ കുക്കുംബർ മിതമായ അളവിൽ കഴിച്ചു വന്നാൽ പൊട്ടാസ്യം എന്ന ധാതു ഞരമ്പുകൾ ഉണർന്ന് പ്രവർത്തിക്കാൻ സഹായിക്കുന്നു. തൽഫലമായി കോശങ്ങൾ ആശയവിനിമയം നടത്തുന്നതിലൂടെ പേശികൾ ചുരുങ്ങുകയും വൃക്കകളുടെ പ്രവർത്തനം കാര്യക്ഷമമാവുകയും ചെയ്യുന്നു. കുക്കുംബർ കലോറി കുറഞ്ഞ പച്ചക്കറിയായതിനാൽ ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കുന്നതിനും ശരീരഭാരം കുറയ്ക്കുന്നതിനും ഇത് സഹായകരമാണ്. കുക്കുംബറിനൊപ്പം ഇഞ്ചിനീര് കൂടി ചേർന്നാൽ നിങ്ങളുടെ വയറിലെ കൊഴുപ്പിനെ അതിശയകരമാം വിധം കത്തിച്ചു കളയുന്നതാണ്. കക്കരിക്കയുടെ മറ്റ് ചില ഗുണങ്ങൾ. കക്കരിക്ക ശരീരത്തിന് കൂടുതൽ ജലാംശം നൽകുന്നു. കക്കരിക്ക കുറഞ്ഞ അളവിൽ കഴിക്കുമ്പോൾ തന്നെ വയറ് നിറഞ്ഞതായി അനുഭവപ്പെടുകയും മറ്റു ഭക്ഷണങ്ങൾ കുറഞ്ഞ അളവിൽ കഴിക്കാൻ കഴിയുകയും ചെയ്യുന്നതാണ്. കുറഞ്ഞ ഭക്ഷണം മതിയാകും എന്ന് ചുരുക്കം. കുക്കുംബറിന് വിശുദ്ധ ബാഹ്യാവിഷ്കാര ഗുണവുമുണ്ട്. നിങ്ങളുടെ കണ്ണുകൾക്ക് കുളിർമ നൽകുന്നതിനും മയപ്പെടുത്തുന്നതിനും കുക്കുംബറിന് കഴിവുണ്ട്. നിങ്ങളുടെ ദഹനത്തെ മെച്ചപ്പെടുത്താൻ കുക്കുംബർ സഹായിക്കുന്നു. രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കുന്നു. ഇവിടെയാണ് മേൽപ്പറഞ്ഞ വിഷയം ഉണ്ടാകുന്നത്. സാധാരണഗതിയിൽ ഷുഗർ പേഷ്യൻ്റ് അല്ലെങ്കിൽ ഷുഗർ രോഗമുള്ള ആളുകൾ ഏത് തരത്തിലും ഷുഗർ കുറഞ്ഞു കിട്ടണമെന്ന് ആഗ്രഹിക്കുകയും കുക്കുംബർ കഴിച്ചാൽ ഷുഗർ കുറയും എന്ന് കേട്ടാലുടൻ നിങ്ങൾ ധാരാളമായി കഴിക്കാതിരിക്കുക. മിതമായി കഴിച്ചു വരികയാണെങ്കിൽ നിങ്ങളുടെ ഷുഗർ ലെവൽ കുറഞ്ഞു വരും. മലബന്ധം തടയുന്നതിനും മലവിസർജനം സുഗമമാക്കുന്നതിനും കുക്കുംബർ സഹായകരമാണ്. കുക്കുംബർ വിട്ടുമാറാത്ത രോഗസാധ്യതകൾ കുറയ്ക്കുകയും ആരോഗ്യം നൽകുകയും ചെയ്യുന്നു. ഇത് നിങ്ങളുടെ ഭക്ഷണത്തിൽ ദിവസവും ഉൾപ്പെടുത്തുന്നത് വളരെ അനിവാര്യമാണ്. പ്രഭാത ഭക്ഷണത്തിന് മുമ്പ് കുക്കുംബർ ജ്യൂസായി കുടിച്ചു വരികയാണെങ്കിൽ മൂത്ര കഴച്ചിൽ അല്ലെങ്കിൽ മൂത്രമൊഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പുകച്ചിൽ, എരിച്ചിലൊക്കെ മാറിക്കിട്ടുന്നതാണ്. കുക്കുംബറിന് ചെറിയ മുറിവുകളെ ഉണക്കാനും നിങ്ങളുടെ മുഖത്തിലും മറ്റും ഉണ്ടാകുന്ന കറുത്ത പാടുകൾ മാറ്റാനുമുള്ള കഴിവുണ്ട്. കുക്കുംബറിൻ്റെ നീര് ഒരു കോട്ടൺ തുണിയിലോ പഞ്ഞിയിലോ മുക്കി നിങ്ങളുടെ മുഖത്തിലും മറ്റുമുള്ള കറുത്ത പാടുകളിൽ സ്ഥിരമായി ഉപയോഗിച്ചു വരികയാണെങ്കിൽ കറുത്ത പാട് മാറിക്കിട്ടും. കുക്കുംബർ നീരിൻ്റെ മോയ്സ്ചറൈസിങ് കഴിവ് സമാനതകളില്ലാത്തതാണ്. കാരണം ഇതിലെ ഉയർന്ന അളവിലുള്ള ജലാംശം
അനായാസമായി ചർമ്മത്തിൻ്റെ ദാഹത്തെ ശമിപ്പിക്കുന്നു. കൂടാതെ ഇത് മൃദുലവും പുനരുജ്ജീകരണവും നൽകുന്നു. ഫ്രീ റാഡിക്കലുകളെ ചെറുക്കുകയും യുവത്വം നിലനിർത്തുകയും ചെയ്യുന്നു. ആൻറ്റി ഓക്സിഡൻറ്റുകളും സിലിക്കയും കുക്കുംബറിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. വഴുതന, ബ്രോക്കോളി, വെള്ളരി തുടങ്ങിയവ യൂറിക് ആസിഡ് അടങ്ങിയ ഭക്ഷണങ്ങളിൽ ചിലതാണ്. ഏതെങ്കിലും തരത്തിലുള്ള അലർജി ഉള്ള ആളുകൾ കുക്കുംബർ ഒഴിവാക്കുന്നത് ഏറ്റവും നല്ലതാണ്. കുക്കുംബർ ഹൃദയം, ശ്വാസകോശം, വൃക്കകൾ എന്നിവയ്ക്ക് വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. കുറഞ്ഞ ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ളതിനാൽ രാത്രിയിൽ കുക്കുംബർ കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കാൻ സഹായകരമാണ്. കുക്കുംബറിൻ്റെ ശാന്തമായ ഇഫക്റ്റുകൾ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ, മെലറ്റോണിൻ വർദ്ധിപ്പിക്കുന്ന ഗുണങ്ങൾ എന്നിവ നിങ്ങളുടെ മെച്ചപ്പെട്ട ഉറക്കത്തെ സഹായിക്കും. ഇതിലടങ്ങിയിട്ടുള്ള വിറ്റാമിനുകൾ എല്ലിനെയും പല്ലിനെയും ബലപ്പെടുത്തുന്നു. ഇത്തരത്തിൽ വളരെയേറെ ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് കുക്കുംബർ. ചെറിയൊരു ദോഷം അത് ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമായ ഒരു പച്ചക്കറിയാണ് കുക്കുംബർ. സ്ഥിരമായി നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ കുക്കുംബറിനെ സംബന്ധിക്കുന്ന ഒരു വിശദീകരണം ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി എത്തിച്ചേരുമ്പോഴേക്കും വിടൈപെട്ടിക്കൊള്ളേൻ. നന്ദി.